മാസ്റ്റേഴ്സ് അക്കാഡമി. ഇന്ന് നമ്മൾ മാത്സിലെ ഒരു കിടുക്കാച്ച ട്രിക്ക് പഠിക്കാൻ പോവാണ്. അതായത് 125 ഏതൊരു നമ്പറിനെയും പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എഴുതാൻ പറ്റുന്ന ഒരു ട്രിക്കാണിത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നോക്ക്, നമ്മളിവിടെ കുറേ നമ്പേഴ്സ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ട്രിക്ക് എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ പിന്നിൽ വലിയ ഒരു ലോജിക്, ഒരു ബേസ് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാദ്യം പഠിച്ചിട്ട് നമുക്ക് ഈ കണക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നോക്കൂ, 125 അല്ലെങ്കിൽ 125 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, P/Q ഫോമില് ഏതോ രണ്ട് നമ്പർ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 125 അഥവാ 125 കിട്ടും. ഏതൊക്കെയായിരിക്കും നമ്പർ? 125 equals 1000/8. അറിയായിരുന്നല്ലോ. അറിയില്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല, അറിയിക്കാനാണല്ലോ ഞാനിവിടെ ഉള്ളത്. 125 എന്ന് പറയുന്നത് 1000നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് 125. ഇപ്പൊ ഏകദേശം ട്രിക്കിന്റെ ഒരു വിധം മനസ്സിലായിട്ടുണ്ടാവും. നോക്കാം നമുക്ക്. ഇവിടെ നോക്കിക്കേ, 56 into 125, അതായത് 56 into 125 ആണ് നമ്മൾ ആദ്യത്തെ ചോദ്യം. 56 എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 8 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. 56 അഥവാ 56 8ന്റെ ടേബിൾ ഉണ്ടല്ലോ. എപ്പോഴാണ് 8ന്റെ ടേബിൾ മറന്നിട്ടില്ലല്ലോ? ടേബിളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ട്രിക്കിനേക്കാൾ നല്ലത് പഠിച്ച പാഠങ്ങൾ ഒന്നുകൂടെ എടുത്ത് നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ പെട്ടെന്ന് പറയാലോ, 8ന്റെ ടേബിളിൽ എപ്പോഴാണ് 56 വരുന്നത്? 7 7 8s are 56. 7 8 56 അല്ലെ? അപ്പൊ 56നെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്? 7 ആണ്, ആണല്ലോ. അപ്പോ 56നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന 7 നമ്മൾ ഇവിടെ എഴുതി. ഇനി അപ്പോ നമുക്ക് 125 കൊണ്ട് 1000/8 ആണ് എന്ന് വെച്ചാൽ ഈ 56നെ നമ്മള് ഈ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യും? 1000 കൊണ്ട് കിട്ടിയ ഉത്തരത്തെ ഇൻഡ്യൂ ചെയ്താൽ മതി. ഏതൊരു നമ്പറിനെയും 1000 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ ആ ലാസ്റ്റിലുള്ള 3 0 ഇട്ട് കൊടുത്താൽ പോരെ. ഇനി 100 കൊണ്ടാണെങ്കിലോ 2 0 ഇട്ട് കൊടുക്കണം. 10 കൊണ്ടാണെങ്കിലോ 1 0 ഇട്ട് കൊടുക്കണം. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോ 1000 കൊണ്ടാണ് ഇൻഡ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് 3 zeros നമ്മൾ ഇട്ട് കൊടുക്കുന്നു. സിമ്പിൾ. അപ്പൊ 56 8ന്റെ ടേബിളിൽ ഉണ്ടായിരുന്നു. 56നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ആ വാല്യൂ എടുത്ത് എഴുതുന്നു. അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു അതവിടെ എഴുതുന്നു. നമുക്ക് ഉത്തരം കിട്ടി. എത്ര എളുപ്പമാണല്ലേ? സാധാരണ രീതിയിലാണെങ്കിൽ ഇത് പോസിബിൾ ആണോ? അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 36 into 125. 36 ഗുണം 125. 36 8ന്റെ ടേബിളിൽ 36 ഉണ്ടോ? 9ന്റെ ടേബിളിൽ ഉണ്ടല്ലേ, പക്ഷെ 8ന്റെ ടേബിളിൽ ഉണ്ടോ? 8ന്റെ ടേബിളിൽ ഉണ്ടേലും ഇല്ലേലും നമ്മുടെ ട്രിക്ക് അനുസരിച്ച് ഡിവൈഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യാമല്ലോ. 36 divided by 8. നമുക്ക് എന്ത് കിട്ടും? എന്തായാലും 36 ഇല്ല. സാധാരണ ഡിവൈഡ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് തന്നെ ചെയ്യാം? 36 ഇല്ലെങ്കിൽ 36ന് തൊട്ട് മുൻപ് ഏത് നമ്പറാണ് 8ന്റെ ടേബിളിൽ ഉള്ളതെന്ന് നോക്കും. 36ന് തൊട്ട് മുൻപ് 8ന്റെ ടേബിളിൽ ഏത് നമ്പറാണ് ഉള്ളത്? 8 4s are 32. 4 32 അല്ലേ? 8 4s are 32. 8 5s ആണെങ്കിൽ അത് 40 ആയി പോകും. 36നെക്കാട്ടി കൂടുതലാവും. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റില്ല. 36ന് മുൻപുള്ളത് വേണം. അത് 32 ഉള്ളൂ. എപ്പോഴാണ്? 4 times അല്ലെ? 8 4s are 32. അപ്പൊ നമുക്ക് 36ന് പകരം ചെയ്യുമ്പോൾ 32 വെച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 32/8 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. പക്ഷെ നമുക്ക് വേണ്ടുന്ന 36 അല്ലായിരുന്നോ? 32 അല്ലല്ലോ. 36നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 4 കിട്ടിയെങ്കിൽ ബാക്കി റിമൈൻഡർ വന്നില്ലേ? ഇല്ലേ? കാരണം 36 പ്രോപ്പർ നമ്പർ ആയിട്ട് നമുക്ക് അവിടെ ഇല്ല. 36 ഇല്ലാത്ത പക്ഷമാണ് നമ്മൾ 32നെ എടുത്ത് 4 റിമൈൻഡർ കിട്ടിയത്. സോറി, നമുക്ക് ഉത്തരം 4 കിട്ടിയത്. ഇനി 32 കഴിഞ്ഞിട്ട് 36ലേക്ക് എത്ര റിമൈൻഡർ വരുന്നുണ്ട്? ബാക്കി എത്ര വരുന്നുണ്ട്? 33 34 35 36. 4 റിമൈൻഡർ. അപ്പൊ 4 ഉത്തരവും കിട്ടി, റിമൈൻഡർ ആയിട്ട് 4 വരുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനാണ് അത് നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ടത്. അതൊരു പാറ്റേൺ പോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതായത് തന്നിരിക്കുന്ന നമ്പർ
അത് ഏതുമായിക്കോട്ടെ, അത് 8ന്റെ ടേബിളിൽ ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു റിമൈൻഡർ വരുമല്ലോ. ചിലപ്പോൾ 1 ആവാം, ചിലപ്പോൾ 2 ആകാം, അതർവൈസ് 3, 4, 5, 6, 7 ഒക്കെ വരാം അല്ലെ. ഇനി നോക്കിക്കേ, ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഇപ്പൊ ഞാൻ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അത്രയും സെക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ബൈ 8 വന്നാൽ പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാവുന്നതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് നിർത്താം. നോക്കിക്കേ, 36 ഇല്ല, 32 ഉണ്ട്, 4 കിട്ടി, റിമൈൻഡർ 4. സോ റിമൈൻഡർ 4 വന്നാൽ ഏതെടുക്കാം? ലാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? എൻഡിൽ നമ്മൾ 500 ആഡ് ചെയ്യണം. സോ നമ്മളിവിടെ എന്ത് ചെയ്യും? 36നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്, യെസ്, 32നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന്റെ വാല്യൂ എഴുതുക. എന്നിട്ട് റിമൈൻഡർ വരുന്നത് 33, 34, 35, 36, 4 ആയതുകൊണ്ട് 4 റിമൈൻഡർ വന്നാൽ എന്ത് എഴുതണം? 500 എഴുതണം. ഓക്കെ, ലാസ്റ്റ് 500 എഴുതി. എത്ര സിമ്പിൾ ആണ് അല്ലെ. ആദ്യം തുടക്കത്തിൽ നമുക്കിത് ഓർത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും, പക്ഷെ നമ്മൾ ടേബിൾസ് ഒക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ളവരല്ലേ, നമുക്കത് പറ്റും. ഇനി 6ഉം 7ഉം ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. അത് ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക, ഇല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, ഇനി നോക്കാം നമുക്ക് അടുത്ത ചോദ്യം. 73 into 125. 73 into 125 എന്ന് പറയുമ്പോ എന്തായിരിക്കും? 73 കൊണ്ട് 73യെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 73 8ന്റെ ടേബിളിൽ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 73ക്ക് മുൻപുള്ള ഏതാണോ നമ്പർ എന്ന് കൺസിഡർ ചെയ്ത് അങ്ങനെ വെച്ച് ഡിവൈഡ് ചെയ്യണം. 73ക്ക് മുൻപ് 8ന്റെ ടേബിളിൽ ഏത് നമ്പറാണുള്ളത്? 8 9s are 72 അല്ലെ, ശരിയല്ലേ? 8 9 72 അല്ലെ, 72 ഉണ്ട്. അപ്പൊ 73യെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള നമ്പർ 72 ആണ്. അത് 9 into 8 ആണ്. 8 9s are 72. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 9 എഴുതും അല്ലെ, നമ്മൾ 9 എഴുതും. ഈ 9 എന്നത് പ്രോപ്പർ ആണോ? 72ന്റെ അല്ലേ 9? അപ്പൊ ഒരെണ്ണം എക്സ്ട്രാ കിടപ്പുണ്ട്. നമുക്ക് 73 ആയിരുന്നു വേണ്ടത്, നമ്മൾ എടുത്തത് 72ന്റെ. അപ്പൊ നമുക്ക് ഒന്ന് എക്സ്ട്രാ, ഒരു റിമൈൻഡർ വന്നു. 1 റിമൈൻഡർ വന്നാൽ നമ്മൾ ലാസ്റ്റിൽ എന്ത് ആഡ് ചെയ്യണം? 125 ആഡ് ചെയ്യണം. സോ നമ്മളിവിടെ എന്ത് എഴുതും? നമ്മുടെ ആൻസർ എഴുതും. റിമൈൻഡർ 1 വന്നത് കൊണ്ട് 125 എന്ന് കൂടി ആഡ് ചെയ്യും. സിമ്പിൾ അല്ലേ? നമ്മൾ ശരിക്കും മൾട്ടിപ്ലിക്കേഷൻ കുത്തിയിരുന്ന് പാടുപെട്ട് ചെയ്യുന്നതിലും നല്ലതാണ് കുറച്ച് ബേസോട് കൂടി നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിരുന്നാൽ സ്വയം നമ്മളിത് ട്രിക്കിലൂടെ പഠിക്കുന്നത്. അത് ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ബേസ് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആണ് ഇതെപ്പോഴും ആപ്ലിക്കബിൾ ആവുന്നത്. നമ്മുടെ ബേസ് ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ഇതിന്റെ ബേസ്. ഇതുപോലെ തന്നെയാണ് കണക്കിലെ എല്ലാ ബേസുകളും. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും ഇത്തരം ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് ഗുണപ്പെടുത്തുന്ന വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാൻ കഴിയും. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ 2 എണ്ണം 6 കൊണ്ടും 7 കൊണ്ടും റിമൈൻഡർ അവസാനിച്ചാൽ എന്താവും അതിന്റെ എൻഡ് എന്നുള്ളത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവചെയ്ത് കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തന്നെ പറയുന്നതായിരിക്കും, എങ്കിലും നിങ്ങളും ട്രൈ ചെയ്യണമല്ലോ അല്ലെ. ലുക്ക്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇതുപോലുള്ള ട്രിക്സ് നിങ്ങൾ ഇനിയും പ്രാക്ടീസ് ചെയ്യാൻ ഇതൊരു പ്രേരണയാവട്ടെ എന്ന് ആശംസിക്കുന്നു. See you then. Bye. God bless you.